ഹലോ ഗായ്സ്, നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോയിലായിട്ടാണ്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് പുതിയൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. അതായത് ഒരു ഗെയിം കളിക്കുന്നുണ്ട്. ഏത് ഗെയിമാണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് സർവൈവൽ. ഓക്കെ ഗൈസ്, വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ ഗെയിം. ഇത് എപ്പിസോഡായിട്ട് ഇറക്കാൻ പറ്റുവാണെങ്കിൽ ഇറക്കും, നല്ലതായിരിക്കും. ഇച്ചിരി ലോങ് ആകാൻ സാധ്യതയുണ്ട്. എനിക്ക് വലിയ ഇതൊന്നുമില്ല, ചത്തത്രേ ഉള്ളൂ. ബെഡ് റോക്ക് എഡീഷനിൽ ഫോണിലാണ് ഞാൻ കളിക്കുന്നത്. ഫെയിൽഡ്. നമുക്ക് പ്ലേ കൊടുക്കാം. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. ഞാൻ കുറേ വേൾഡ് ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട്. ഒരെണ്ണം പോലും ഞാൻ കളിച്ചിട്ടില്ല. സർവൈവൽ ഈസി. നോർമലൊന്നും പറ്റത്തില്ല ഗൈസ്, വലിയ വലിയ പ്രോസ് വരണം. ഓക്കെ, ഒന്ന് വേണു പാടാ. ഈ ഗെയിമിനെ കുറിച്ച് വലിയ ഇതൊന്നും ധാരണയൊന്നുമില്ല. നസുദി കളിക്കുന്ന വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് ഒരു ഇൻസ്പിറേഷൻസ്. 152 200 എപ്പിസോഡ്സ് എത്തി. എല്ലാ ദിവസവും ഒരെണ്ണമെങ്കിലും കാണാതെ എനിക്ക് സമാധാനമില്ല ഗൈസ്. അന്നേരം എനിക്കും ഒരു മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. എപ്പിസോഡ് 1 നല്ല പാട്ട സ്ഥലത്ത് തന്നെ വന്നപ്പെട്ടിട്ടുണ്ട്. മരമൊന്നുമില്ല. അങ്ങനത്തെ മരമുണ്ടല്ലോ. ഫോണ് ഗ്ലിച്ച് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മൊബൈൽ ഡേറ്റയും ഇതൊന്ന് ഓഫ് ചെയ്തിട്ട്. ഹലോ പശുമ്പാ ഗൈസ്, ഭയങ്കര സൗണ്ട്. ഇങ്ങോട്ട് ഇറങ്ങടാ, നീ ചാവൂല. നേരത്തെ ചത്തുവെക്കോ. ഇച്ചിരി സൗണ്ട് കുറങ്ങണം, ചെവിക്കല്ലടിച്ചു. പശുമ്പ മോനി, ഇവിടെ ലാവാപ്പുളുണ്ട്. അങ്ങനെ നീ അങ്ങ് ചെന്നോടാ. തക്കട് വാവേ. പോലെ ന്യൂ റെസിപ്പി അൺലോക്ക്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ. ഗൈസ്, ഞാൻ ഇന്ന് തന്നെ ഒരു വീട് പണിഞ്ഞ് നിങ്ങൾ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഇനിയും നമ്മൾ നല്ല നല്ല എപ്പിസോഡ് ഇട്ട് പോകുന്നതാണ്. ഇതിനകത്ത് ചീറ്റ്സ് ഓണാക്കാൻ മറന്നുപോയി. ഓണാക്കാൻ പറ്റുന്ന നമ്മൾ ഡേ ആൻഡ് നൈറ്റ് ഒക്കെ അടിച്ചു വിട്ടേനെ. 7 ആയിട്ടുണ്ട്. 7 വുഡ്സ് പോരല്ലോ. അപ്പുറത്തോട്ട് മാറി ഒരു വുഡൻ ട്രീ വേണ്ട. പിള്ളേരെ കൊള്ളണ്ട. പിള്ളേർ പാവം ദൈവങ്ങളെ പോലെയാണ് പറയാം. ഉള്ള വുഡ് വെച്ച് തന്നെ നമുക്കിത് ക്രാഫ്റ്റ് ചെയ്തു. എനിക്ക് ഇനിയും 16 ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ബാക്കി 16 വെച്ചുണ്ട്. പോണ്ട.
വേണ്ട ഇപ്പം ഇത്ര നാല് ഉണ്ടായി അപ്പുറത്തും കൂടെ പോയി എനിക്കധികം സംസാരിക്കുന്ന ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ അധികം മിണ്ടാത്തത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻസ് പോകും, അന്നേരം പാളിപ്പോകും. ഞാൻ ഒരു വല്ലാത്ത രീതിയിലായിരുന്നു കളിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പാടാം. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി. എക്സാമൊക്കെ അതിൻ്റെ തിരക്കും ടെൻഷനൊക്കെ ആയിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ പറ്റിയാൽ പറ്റി. എന്താ ഇനി ഉണ്ടാക്കാം? 68 വുഡ് ഉണ്ടാക്കാം. ഉണ്ടാകുക 49 ഇച്ചിരിയും കൂടെ ഒരു സ്റ്റാക്ക് കിട്ടി. നമുക്ക് ചെറിയൊരു കുഞ്ഞു സോഡ്, ഒരു പിക്കാക്സ്, 2 സോഡ് വേണ്ട, ഇവിടെ പിക്കാക്സ് ഇരുന്നുണ്ട്. പൊട്ടിച്ച് കേട്ടോ. പിക്കാക്സ് ടോണി. ഹലോ, ഞാൻ കൊല്ലാതെ വിട്ട കാരണം ഒരു കാര്യമില്ല. നമുക്ക് ഉമ്മാരെ ബ്രീഡ് ചെയ്യിപ്പിച്ച് പിള്ളേരുണ്ട്. നമുക്ക് ഇച്ചിരി സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുത്താം. എത്ര 8 മിനിറ്റായി ഞാൻ കളി തുടങ്ങിയിട്ട് തന്നെ. നമുക്ക് എന്താ ഷീപ്പിനെ വേണം ഗൈസ്. വല്ല വില്ലേജും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ദിവസമായിരുന്നു. മതി, തിരിച്ചിറങ്ങാം. ക്രീപ്പറിലേ കാണുന്നേ. ഹലോ മോനെ, മോനെ വരണ. ഹലോ, കണ്ടത് എത്ര നാളായി? എനിക്കിത് കളിച്ച് വശമില്ല. എന്നാ ചെയ്യാനാ? ഇവിടെ 2 പേരെ കിട്ടി. ബെഡ് ഉണ്ടാക്കാൻ ഒരാളെയും കൂടെ വേണമല്ലോ. ഇവിടെ നിന്റെ കൂട്ടുകാരോടെ ലക്കൊണ്ട് ഒരെണ്ണം കൂടെ കിട്ടണം. 2 എണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. കിട്ടി. ഇവിടെ അടുത്ത് എവിടെയോ വില്ലേജ് ഉണ്ട്. നിക്ക് ഞാനും കൂടെ ചോദിച്ചേ. ഇവിടെ അടുത്ത് എവിടെയോ വില്ലേജ് ഉണ്ട്. നമുക്ക് ഇതെല്ലാം പൊട്ടിച്ചോണ്ട് പോയേക്കാം. ന്യൂ റെസിപ്പി അൺലോക്ക്. തിന്നാനുള്ളത് 2 കൂടെ മിസ് ചെയ്തിരിക്കട്ടെ.
അവിടെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. നമുക്കിപ്പോൾ ഒരു വില്ലേജ് കിട്ടുമായിരിക്കും. അടുത്തിവിടെ പംകിൻസ് ഉണ്ടല്ലോ. ഹലോ, ചെറിയ ബീഫ് കിട്ടിയിട്ടുണ്ടോ? ബീഫ് എന്താ പറയൂലേ? അടി വെള്ളമാ, ചാടാൻ പേടിയാ. അയ്യോ, അങ്ങോട്ടൊന്നും ഇറങ്ങാറായില്ല. എന്തായാലും നോക്കാം. എവിടെയെങ്കിലും ഒരു വില്ലേജ് കിട്ടിയ കൊള്ളാം. കുറേ നേരമായി ഇവിടെ ചെണ്ടായ. നമുക്ക് ബെഡ് ഉണ്ടാക്കിയാലോ? ബെഡ് ഉണ്ടാക്കാം. കുറേ സാധനങ്ങൾ ഉണ്ടാക്കാം. പംകിൻ പൈ, ചതിച്ചു പംകിൻ പൈ. പണി 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 പണി. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് കഴിപ്പിക്കാം. എന്നിട്ട് നമുക്ക് സാധനങ്ങളിപ്പോൾ ഒരു വൈറ്റ് ബെഡ് ഉണ്ടാക്കാം. യെസ്, അങ്ങനെ നമ്മുടെ സക്സസ് ആയിരിക്കുന്നു. വൈറ്റ് ബെഡ്. നമുക്ക് ഫൈറ്റിങ്ങിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഗൈസ്, പാവങ്ങളാ. എൻ്റെ സ്കിൻ എന്തുവാ? ഹീറോ ബ്രെയിൻ്റെ സ്കിന്ന് കിട്ടുകൊണ്ട് നടക്കുക. എന്നാ പറയാനാണ് നോക്കണം. ചുമ്മാ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എടുത്തിട്ടാ ഹീറോ ബ്രെയിൻ്റെ സ്കിന്ന് എടുത്തിട്ടേക്കുന്നു. അത് ഞാൻ എഡിറ്റ് ചെയ്താ അവൻ്റെ കണ്ണ് വൈറ്റ് ആക്കിയിട്ട്. അയ്യോ, നമുക്ക് ആ ഒരു കുഞ്ഞി കേവി കയറിപ്പോയിട്ട് ചേട്ടാ, ഒരു വില്ലേജ് പോലും കാണുന്നുണ്ടല്ലോ. കുഞ്ഞി കേവിയെല്ലാം കയറാം. അയ്യോ, ആരോ എനിക്ക് പേടിയാ, ചാവാൻ വയ്യ. അയ്യോ, വേണ്ട. പിന്നെ അത് വെള്ളം മുങ്ങിപ്പോയ ഐറ്റംസ് പോലും കിട്ടത്തില്ല. ഇവിടെ കുറെ കോഴി ഉണ്ടല്ലോ, അതിൻ്റെ മണ്ടക്കോട്ട്. ഇതന്നെ നിന്റെ തല ഇത്രയും വലുത്. പൊക്കോണം എൻ്റെ മുന്നിൽ. ചാടി കയറിയാലോ. എന്തുവാ ഇത്? കയറാൻ പറ്റുന്നില്ല. ഇന്നത്തെ വീഡിയോ മൾട്ടിപ്ലെയർ ഇടാന്ന് കരുതിയതാ ഗൈസ്. നടന്നില്ല, ഫ്രണ്ട്സ് കാര്യമില്ല. വഴി വെള്ളമാണല്ലോ. ഇതിനു വേണ്ടിയായിരുന്നു ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് കയറി വന്ന്. ഒന്ന് നന്നായി വില്ലേജ് വല്ലതും ഉണ്ടോ നോക്കിയിട്ട് പോവാം. എനിക്ക് ഡോറാബുജീന്ന് ഓർമ്മയായിരുന്നു. കൃഷ്ണ കണ്ണുപൊട്ടൻ. എനിക്ക് വെള്ളം വില്ലേജ് എവിടെയെങ്കിലും നിങ്ങൾക്കുണ്ടോ? വേണ്ട, കണ്ണുപൊട്ടനൊന്നുമില്ല, ഞാനുള്ള സൂപ്പറാ. അങ്ങനെ അവിടെ എല്ലാം കിട്ടിയില്ല. കിട്ടുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുമെന്ന് പറയുന്നു. പതുക്കെ തിന്നാ എന്താ, നല്ല തിന്നാ മലയും തിന്നാന്ന് പറയുന്ന പോലെയാണ്. കിട്ടി. എല്ലാം ഇങ്ങോട്ട് എടുക്കാം. എല്ലാം നമ്മുടെ സ്വന്തം. കോബിൾ സ്റ്റോൺ ഇതൊക്കെ ഒഴിവാക്കാം. കോബിൾ സ്റ്റോൺ ഒന്നുമില്ല, ബൊടാവരെ. ഇത് ഒബ്സീഡിയൻ അല്ലേ? ഇരുന്നോട്ടെ, നമുക്ക് ആവശ്യം വരും.
എനിക്ക് പേടി. ഇത് കുറേ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പറപ്പിച്ച്. അതെന്താ ബ്ലാക്ക് സ്മിത്ത് അവിടെ അതങ്ങനെ കണ്ടല്ലേ പറയുക? എനിക്കറിയത്തില്ല. ഗോൾഡൻ സോഡൊക്കെ കിട്ടി. 15 മിനിറ്റ് ആയി, 1 മണിക്കൂറായി. എങ്കിലും നമുക്ക് പോച്ചേ. പോ. എന്തൊക്കെയോ ഈ ദേഷ്യം വരുന്നു. ഇതിനെന്തുവാ ബ്ലാക്ക് സ്മിത്ത് എന്നല്ലേ പറയുക? അത് തന്നെ. അയ്യോ, ഇത് ഹെൽത്ത് ഇടാം. നമ്മളിവിടെ തന്നെ വന്നേ, നമ്മളെ സ്ഥലത്താണ് വന്നേക്കുന്നത്. പ്ലീസ് ഡയമണ്ട് എല്ലാം കാണണേ. ഒരു സോഡ ഉണ്ടാക്കാനുള്ള ഡയമണ്ട് ഉണ്ടാ. ഓക്കെ, 2-3 ആപ്പിളും എല്ലാം. ഡൗട്ട് ഇത് എൻചാൻറ്റഡ് ആണോ? ഒരു സ്കെലട്ടണി ഇല്ലേ ഞാൻ അവിടെ കാണുന്നത്? ഇനിയിപ്പോൾ നമുക്ക് പേടിക്കണ്ട, ഇവിടുത്തെ അയൺകോളൊക്കെ ഉണ്ട്. അയൺകോളത്തിന് നമുക്ക് എടുക്കാം. ശരി, ഹാബേൽസ് എടുക്കാം. ഹാബേൽസ് മക്കളെ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഹാബേൽസ് ഒക്കെ മോഷ്ടിച്ചു. നിങ്ങളുടെ പശുവിന് കൊടുക്കാൻ വെച്ചേക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മളോട് ക്ഷമിക്കണം. മാറിക്കോട്ടെ. ആരാണ്ടൊക്കെ കയറി വരുന്നു. എനിക്ക് ചിക്കൻ ഇഷ്ടം, ഞാൻ ചിക്കൻ. കോരി മുളപ്പിക്ക്. ഞാൻ തരാം. ഇത് എനിക്കും കൂടെ തൊടാതെ. ഹലോ മേറണ്ണ. ഓടോ, ഞാൻ കുറച്ച് നേരമായി ഉണ്ടായിരുന്നു. സോറി ഗൈസ്, മൈ മിസ്റ്റേക്ക്. എന്താ ഇനിയിപ്പോൾ പറയാ? നമുക്കപ്പോൾ പിള്ളേര് കിട്ടി. നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ന്യൂമറെ ഓസിയുള്ള അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. അതിൽ കുറച്ച് നേരം കൂടെ കളിക്കണോ? നിങ്ങൾ എനിക്ക് ഈ ഒരു വീഡിയോയ്ക്ക് സപ്പോർട്ട്സ് തരുവാണ്, ഞാൻ കളിക്കുന്നതായിരിക്കും. ഇത് മൊത്തം കുത്തിയിരുന്ന് കളിക്കും. ഇതിപ്പോൾ നേരം എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിമാണ്. നമുക്ക് അയൺ മൈനിങ്ങിനൊക്കെ പോകണ്ട. എൻ്റെ കയ്യിൽ ആർമറുണ്ട്, ഗോൾഡിൻ്റെ വേണ്ട. ഇവിടെ എൻചാൻറ്റഡ് ബൂട്ട്സ് ആണ്. ഈ നമുക്ക് ഇട്ടേക്കാം. ഓക്കെ ബാ, നമുക്ക് ഇറങ്ങാം. വീട്ടിനകത്തിറങ്ങാം. കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിറങ്ങാം. ഹേ ബിൽസ്, ബ്രെഡ് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. 2 എണ്ണം കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ചെയ്തിട്ട് 2 എണ്ണം 7 ഹാവിന് എന്ത് കട്ടിലിങ് വാ. അതെന്നാ പരിപാടീസാ കാണിക്കുന്നത്? ഇത്രയും കഷ്ടപ്പെട്ടിട്ട് 20 മിനിറ്റായി.
ഇപ്പം തന്നെ ഞാനൊരു സോഡ് ഉണ്ടാക്കി കൈ പിടിച്ചേക്കാം. സോഡ് ഒരു പിക്കാക്സും കൂടി ഉണ്ട് സേഫ്റ്റിക്ക്. നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ വന്ന ഏത് വരി കൂടെ ആയിരുന്നു? ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ ദൂരല്ലേ? ഇവന്മാരുടെ ഇവിടെയൊക്കെ കയറി നോക്കിയാലോ? അങ്ങനെ കിട്ടിയാലോ ചോദിക്കാൻ അറിയായിരുന്നു. 7 ബ്രെഡ്സ് ഉണ്ട്. പമ്പിനെ തരാം. നോക്കാം. അടച്ചേക്കണേടാ. ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് എവിടെയാടാ? ഇവിടെ നിങ്ങളല്ലേ കയറുന്നത്? ഇവിടെ ഞാൻ ചാർജ് 27 ഉണ്ട്. ബ്ലാക്ക് സ്മിത്ത് മുകളിലാണോ ഏതൊരു സൈഡിലെങ്ങാണ്ടല്ലേ? ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോഴായിരുന്നു ഇതിനെ കണ്ടേ. ഒരു സൈഡിൽ നോക്കിയപ്പോഴേ അവിടെ അല്ലേ പുറത്തു കൊണ്ടോ? ഇത് എത്ര ഇതുണ്ടോ എതിർപ്പുറത്ത്? ഇവിടെ നമ്മൾ വന്നാണോ? അതേലോ നമ്മൾ വന്നുണ്ടോ? ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടും കൂടെ പോയാലോ? നമുക്ക് ഉറങ്ങിയിട്ട് പോവാം. ഉറങ്ങാൻ കഴിച്ചു ഇവിടെ കിടന്നു. ഇവിടെ മൈൻഡ് ചെയ്യാൻ പോറായോ? ആൺകുളം അയ്യോ ഇറങ്ങാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ തന്നെ ഈ വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും.